കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ മലയോര മേഖലയിൽ കനത്ത മഴ. വണ്ടൂർ വാണിയമ്പലം LP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. കുട്ടികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തൃക്കലങ്ങോട് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. കൂടരഞ്ഞിയിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിൽ വീണ വൈദ്യുതി മുടങ്ങി. നിലമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിൽ തകർന്നു. വാണിയമ്പലത്ത് മരം വീണ് നിർത്തിയിട്ടിരുന്ന ഓട്ടോയും ബൈക്കുകളും തകർന്നു. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ഇപ്പോഴും മഴ തുടരുകയാണോ മലയോര മേഖലയിൽ? ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇടവിട്ട മഴ മാത്രമാണുള്ളത്. അത് ശക്തമായ കാറ്റ് ഇപ്പോഴും പലയിടങ്ങളിലും അടിച്ചു വീഴ്ചയും ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 3 മണിയോടെയാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയുടെയും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെയും ഒക്കെ മലയോര മേഖലയിൽ ശക്തമായ കാറ്റോടുകൂടിയ ഇടിമഞ്ഞോടുകൂടിയ മഴ ആരംഭിച്ചത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ വ്യാപകമായി നാശനഷ്ടങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വാണിയമ്പലം, വണ്ടൂർ, നിലമ്പൂർ ഉൾപ്പെടെ പത്തിപ്പരിയും ഉൾപ്പെടെയുള്ള മേഖലകളാണ് മലപ്പുറം ജില്ലയിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായത്. ഇവിടങ്ങളൊക്കെ തന്നെ റോഡുകളിലേക്കും വാഹനങ്ങളുടെ മുകളിലേക്കും മരങ്ങൾ വീഴുന്ന സാഹചര്യമുണ്ടായി. പലയിടത്തും മരം വീഴാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത്. തൃക്കലങ്ങോട് ഹാജിയാർപ്പടിയിൽ കളത്തിങ്ങൽ ഹുസൈൻ്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. അത്തരം തെങ്ങ് വീടിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. തലനാരിഴയ്ക്ക് വലിയ ദുരന്തമാണ് ഒഴിവായത്. ആ സമയത്ത് ആ വീട്ടിനകത്ത് ഏതാനും സ്ത്രീകളും ചെറിയ പിഞ്ചു കുട്ടികളും അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഓടയ്ക്ക് തകർന്ന് വീണെങ്കിലും ആളുകളിലേക്ക് മുകളിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാകുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട്, ബാലുശ്ശേരി, കൂടരഞ്ഞി, മുക്കം ഉൾപ്പെടെയുള്ള മേഖലകളാണ് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ നിലമ്പൂരിൽ ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിൽ തകർന്ന് വീണു. ആ സമയത്ത് പണിക്കാരെല്ലാം തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന മതിലായിരുന്നു. നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ആ സമയത്ത് അവിടെ ഉണ്ടാവാതിരുന്നതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. വണ്ടൂരിലാണ് ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഏകദേശം 250 വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കെ തന്നെ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മേൽക്കൂര സ്ഥാപിച്ചിരുന്ന സീലിംഗ് ആണ് തകർന്നു വീഴുന്നത്. അവിടുത്തെ അധ്യാപകരുടെ ഇടപെടൽ മൂലം വലിയൊരു ദുരന്തം ആ ഘട്ടത്തിൽ ഒഴിവായി എന്ന് പറയേണ്ടി വരും. സുജയ. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.